Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ഡെയിലി ബൂസ്റ്റർ ആണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഡേ 74 ആണ്. 37/2023 എന്ന് പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി പ്രിലിംസ് PYQ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 5ഓളം ക്വസ്റ്റ്യൻ പേപ്പറും ടോട്ടൽ നമുക്കറിയാം 13 പരീക്ഷകളാണ് 2021 മുതൽ 25 വരെ PSC നടത്തിയിരിക്കുന്നത്. അതിൽ 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ഓളം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് കൂടാതെ ഡിഗ്രി മെയിൻസിന്റെ ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി മെയിൻസിന്റെയും പ്രിലിംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽറ്റിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. ഒരിടത്ത് 10 ക്വസ്റ്റ്യൻ ആണ്, മെയിൻസ് വരുമ്പോൾ 10, പ്രിലിംസിൽ 20 ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കൂട്ടത്തിൽ വർക്കൗട്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാം, അതൊരു പ്ലേലിസ്റ്റ് ആക്കിയോ അല്ലെങ്കിൽ ആ പ്രിലിംസ് PYQ എന്നൊരു പ്ലേലിസ്റ്റിലേക്ക് അത് ആഡ് ചെയ്തും കൂടി ഇട്ടിരിക്കാം. മാക്സിമം നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യുക. നമുക്കറിയാം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്ന 50 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസ് എന്ന് പറയുന്നതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, മരിയ ജോസഫിൽ നിന്ന് 5% വാർഷിക സംയുക്ത പലിശ നിരക്കിൽ 16,000 രൂപ കടം വാങ്ങി. 2 വർഷവും 4 മാസവും കഴിയുമ്പോൾ അവൾക്ക് എത്ര രൂപ തിരികെ നൽകേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മരിയയുടെ കാര്യമാണ് പറയുന്നത്. 5% സംയുക്ത പലിശ അല്ലേ, അതായത് നമ്മുടെ കൂട്ടുപലിശ. അപ്പൊ എന്താ കൂട്ടുപലിശ, എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്കറിയാം കൂട്ടുപലിശയ്ക്ക് നമ്മൾ 2 വർഷമായതുകൊണ്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് 1 to 1 എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ. 3 വർഷമാണെങ്കിൽ എന്ത് വരും, 1 3 3 1 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്, 1 to 1 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക, 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 1 11ന്റെ സ്ക്വയർ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇവിടെ എന്ത് ചെയ്യണം, 16,000. അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടെ ഈ നേരെ നമ്മൾ എത്ര രൂപയാണോ വാങ്ങിയത് നമ്മുടെ ഇട്ടത് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് എത്രയാണോ ശതമാനം, ഈ 16,000ന്റെ 5% കണ്ടുപിടിക്കുക. 16,000ന്റെ 10% എന്ന് പറയുമ്പോൾ 1,600 ആണല്ലോ. ഒരു 0 മാറ്റിയാൽ മതി. നമുക്കറിയാം 10% ഏതൊരു സംഖ്യയുടെയും ഇപ്പൊ 30ന്റെ 10% എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു 0 അങ്ങ് മാറ്റിയാൽ മതി. ഇനി 3,840ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ ഈ ലാസ്റ്റത്തെ 0 അങ്ങ് മാറ്റിയാൽ മതി. അതിനെയാണ് നമ്മൾ 10% എന്ന് പറയുന്നത്. അപ്പൊ 16,000ന്റെ 10% 1,600 ആണെങ്കിൽ 5% എത്രയായിരിക്കും, അതിന്റെ നേരെ പകുതി 1,600ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും, 800 വരും. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഈ പറയുന്ന 16,000ത്തെ 5% കണ്ടുപിടിക്കുക. 0 0 കൂടി കട്ടായി പോകും. 160 × 5 എന്ന് പറയുന്നത് 800 ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ 800ന്റെ 5% കണ്ടുപിടിക്കണം. 800ന്റെ 10% 80 ആണ്. 5% എന്ന് പറയുമ്പോൾ 80ന്റെ പകുതി 40 ആണ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിവിടെ എന്ത് ചെയ്യുക, നേരെ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എടുത്ത് എഴുതുക. 1 × 16,000 എന്ന് പറയുന്നത് 16,000 ആണ്. 2 × 800 എന്ന് പറയുന്നത് 1,600 ആണ്. 1 × 40 എന്ന് പറയുന്നത് 40 ആണ്. ഇതിന് ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 16,000 1,600 40 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, കൂട്ടി കാണിച്ചു തരാം. 16,000 1,600 40 കൂട്ടുമ്പോൾ 17,640 എന്ന് കിട്ടും. ഓക്കെ, അതായത് അയാൾക്ക് എത്രയാണ്, 16,000 രൂപ വാങ്ങിയ ഒരാള് 2 വർഷം കഴിയുമ്പോൾ 5% പലിശ നിരക്കില് എത്രയാണ്, 17,640 രൂപ തിരിച്ചു കൊടുക്കണം. 1,640 രൂപയാണ് പലിശയായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എത്ര രൂപയാണ് പലിശ എന്ന് ചോദിച്ചാൽ എത്ര വരും, 1,640. ഇനി ചോദിക്കും ഇതേ എമൗണ്ട് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസം ചോദിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ദേ 40 ആയിരിക്കും. ഇത് മാത്രമാണ് എന്ത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇനി എന്താണ്, 2 വർഷം മാത്രമാണോ, അല്ല, ഒരു 4 മാസത്തെ കണക്കും കൂടി നമുക്ക് പറയാനുണ്ട്. സോ എന്ത് ചെയ്യണം, ഈ 17,640ന്റെ 4 മാസത്തെ പലിശ കൂടി കണ്ടുപിടിക്കണം. 4/12, ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. 4/12 ഇൻറ്റു എത്രയാണ് ശതമാനം, 5% പലിശ നിരക്കിൽ 5/100 എന്ന് വരും. ഓക്കെ, ഈ 0 കൂടി കട്ടായി പോകും. ഇതും കൂടി കട്ടായി പോകും. 2 തവണ 4ഉം 12 കൂടി കട്ടായി പോകും. എത്ര തവണ, 3 തവണ. 3ഉം ഇതും കൂടി കട്ട് ചെയ്യാം നമുക്ക്. ഇവിടെ എത്ര വരും, 5 തവണ. ഇവിടെ 2 വരും. 26ൽ 8 3 24, വീണ്ടും 2 വരും. 8 3 24, 588
ബൈ 2 എന്ന് കിട്ടും. 588 ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 294 ആണ്. ഓക്കെ, അപ്പൊ ഈ 4 മാസത്തേക്കുള്ള പലിശ എത്രയാണ്? 294 ആണ്. സോ ആദ്യം എന്താണ്? 17,640 ഉണ്ട്, പിന്നെ ഒരു 294 കൂടി ഉണ്ട്. സോ പലിശ എന്ന് പറയുന്നത് 4,3,9,7,1 17,934 രൂപയാണ് 2 വർഷം 4 മാസം കഴിയുമ്പോൾ മരിയ ജോസഫിന് എന്ത് ചെയ്യേണ്ടത്? തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എം എന്ന് പറഞ്ഞാൽ 13 ആണ്, മിൽക്ക് 45 ആണെങ്കിൽ ഇന്ത്യ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ നോക്കേണ്ടത്? എം എന്ന് പറയുന്നത് 13 ആണ്. അതായത് നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ എം എന്ന് പറയുന്നത് 13ാമത്തെ സംഖ്യയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. മിൽക്ക് നോക്കാം. എം എന്ന് പറയുന്നത് എത്രയാണ്? 13. ഐ എന്ന് പറയുന്നത് 9 ആണ്. എൽ എന്ന് പറയുന്നത് 12ാമത്തെ സംഖ്യയാണ്. കെ എന്ന് പറയുന്നത് 11ാമത്തെ ആൽഫബറ്റ് ആണ്. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ഏതാണോ അതിന്റെ പൊസിഷൻ, ആ പൊസിഷൻ നമ്പറിനെ അങ്ങ് കൂട്ടിയാൽ മതി. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? ഇന്ത്യ അല്ലെ? ഇന്ത്യക്ക് വരുമ്പോഴേക്കൂടി എന്ത് വരും? ഐ എന്ന് പറയുന്നത് 9 ആണ്, എൻ എന്ന് പറയുന്നത് 14 ആണ്, ഡി എന്ന് പറയുന്നത് 4 ആണ്, ഐ എന്ന് പറയുന്നത് 9 വരും, എ എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നമുക്ക് 37 ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ 37 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പി ക്യു ആർ എന്നിവ പോസിറ്റീവ് പൂർണ്ണസംഖ്യകളായിരിക്കട്ടെ. പി ക്യു ആർ എന്നിവയെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം യഥാക്രമം 5, 8, 9 ആയിരിക്കും. 2p + 3q - 3r-നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം എന്തായിരിക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പി എന്ന് പറയുന്ന സംഖ്യയെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ 5 സിസ്റ്റം വരും അല്ലെ? അപ്പൊ നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 14 + 5 ചെയ്താൽ മതി. റിമൈൻഡർ പോട്ടെ, നമുക്ക് ഏറ്റവും അതില് പിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഈ 14-നെ അല്ലെ? നമ്മളിപ്പോ പറയുവാണ് 10-നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × 3 9, 9 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ശിഷ്ടം ഇതും കൂടി നമുക്ക് 10 വേണ്ട, അപ്പൊ 4 എടുക്കാം. 4 ആണെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരും. ഇവിടെ എത്രയാണ്? 3 ശിഷ്ടം 1. അതായത് ഈ പി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഈ എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അത് പ്ലസ് ശിഷ്ടം ചെയ്താൽ മതി. ഇവിടെ അതായത് അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. വലിയ സംഖ്യ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ 3 × 3 ചെയ്യണം. നമുക്ക് അത് നോക്കണ്ട, നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ വെച്ച് ചെയ്താൽ മതി. ഇവിടെ എത്ര വരും? 14 + 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 19 ആയിരിക്കും പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ പറയുന്നത്? 14 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് ശിഷ്ടം വരേണ്ടത്? 8 ശിഷ്ടം വരണം. 14 ഉം 8 കൂടി കൂട്ടുമ്പോൾ ഇവിടെ 22 വരും. 6 എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? 14 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ശിഷ്ടം വരണം. 14 + 9 എന്ന് പറയുമ്പോൾ 23 വരും. ഇതാണ് ആ ഒരു പാറ്റേൺ. അപ്പൊ സംഖ്യകൾ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? 2p + 3q - 3r കണ്ടുപിടിക്കണം അല്ലെ? 2p എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 19. p എന്ന് പറഞ്ഞാൽ 19 ആണ്. പ്ലസ് 3 × q എന്ന് പറഞ്ഞാൽ 22 ആണ്. മൈനസ് 3 × r എന്ന് പറഞ്ഞാൽ അത് 23 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്ര വരും? 38 + 66 - 69 എന്ന് വരും. ഓക്കെ, അതായത് 35 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 35-നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമാണ് വേണ്ടത്. ഇവിടെ എത്രയാണ്? 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. ശിഷ്ടം വരുന്നത് 7 ആണ്. അപ്പൊ എത്രയാണ് ശിഷ്ടം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തയ്യൽക്കാരായ എബ്രഹാമും ജോർജുവും 400 ബാഗുകൾ തുന്നണം. അവർക്ക് മൊത്തം ചെയ്യേണ്ടത് 400 ബാഗുകളാണ്. ആദ്യ ദിവസം എബ്രഹാം 13 ബാഗുകളും ജോർജ് 18 ബാഗുകളും തുന്നുന്നു. പിന്നീടുള്ള എല്ലാ ദിവസവും ഓരോരുത്തരും തലേ ദിവസം തുന്നിയ ബാഗുകളുടെ എണ്ണത്തേക്കാൾ ഒരു ബാഗ് കൂടുതൽ തുന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് 13 തുന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിവസം 14 ആകും, ഇവിടെ 19 ആകും. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് ടോട്ടൽ നോക്കാം. 13 ഉം 18 കൂടി കൂട്ടുമ്പോൾ 31 ആകും. ഇവിടെ 33 ആകും. നെക്സ്റ്റ് അപ്പൊ എന്തായിരിക്കും? 35 ആയിരിക്കും. നെക്സ്റ്റ് ദിവസം ഒരു 37 എണ്ണം ചെയ്യും. ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തായിട്ട് മാറി? ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമാന്തര ശ്രേണിയായിട്ട് മാറി. ഓക്കെ, സമാന്തര ശ്രേണിയിൽ ഇത്രയേ ഉള്ളൂ ചോദിച്ചിരിക്കുന്നത്. ഈ 31, 33, 35 അങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയിൽ തുക 400 ആകുന്നത് എപ്പോ? അതാണ് അറിയേണ്ടത് അല്ലെ? ഇന്ന് 31 എണ്ണം ചെയ്തു, അടുത്ത ദിവസം 33 ആയി. അങ്ങനെ ചെയ്ത് എന്നാണ് ഇവർ 400 എത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ സമാന്തര ശ്രേണിയിലെ nth ടേം ആണ്
nth ടേം ആണ് എന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത്? സം എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? n/2 into ഇവിടെ എന്ത് വേണം? 2a plus n minus 1 into d ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം സം എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. n ആണ് നമുക്കറിയാത്തത്. n/2 അവിടെ നിൽക്കട്ടെ. ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31 പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും? n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് n/2 ഇൻറ്റു ഇവിടെ നമുക്ക് 2 കോമൺ അല്ലേ രണ്ടിലും, അതങ്ങ് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? 31 പ്ലസ് n മൈനസ് 1 എന്ന് കിട്ടും. ഈ രണ്ടും കൂടി കട്ടായി പോകും. ഇവിടെ 400 ഉണ്ട്. ഇവിടെ എന്ത് വരും? 400 എന്ന് പറയുന്നത് n ഇൻറ്റു ഇവിടെ എത്രയാണ് വരേണ്ടത്? 31 നിന്ന് 1 കുറച്ചാൽ ഇവിടെ 30 വരും. 30 പ്ലസ് n എന്ന് വരും. അതായത് 400 ഈക്വൽ ടു 30n പ്ലസ് n സ്ക്വയർ എന്നാകും. ഓക്കെ, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലോട്ട് വരും. ഇത് n സ്ക്വയർ പ്ലസ് 30n മൈനസ് 400 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒന്നുകിൽ ഇതിനെ നമുക്ക് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ n-ന്റെ കോഎഫിഷ്യന്റ് എന്താണോ, അതായത് ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടണം? 30 കിട്ടണം. ഇനി ഗുണിക്കുമ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റ് ആയ ടേം കിട്ടണം. അതായത് ഗുണിക്കുമ്പോൾ നമുക്ക് മൈനസ് 400 കിട്ടണം. ഇതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എടുക്കാൻ നമുക്ക് നോക്കാം. ഏതൊക്കെ എടുക്കാൻ? നമുക്ക് 30 കൂട്ടുമ്പോൾ കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഗുണിക്കുമ്പോൾ മൈനസ് 400 കിട്ടണം. നമുക്ക് എന്തൊക്കെ എടുക്കാം? നമുക്ക് ഗുണിക്കുമ്പോൾ 400 കിട്ടണമെങ്കിൽ 40ഉം 10ഉം ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? മൈനസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിന് മൈനസ് ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് കൂട്ടുമ്പോൾ 30 കിട്ടണം. സോ നമുക്ക് എന്തിനാണ് മൈനസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഇതിനങ്ങ് മൈനസ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അതായത് ഇത് ഇങ്ങനെ വരും, n മൈനസ് 10 ഇൻറ്റു എന്ത് വേണം? n പ്ലസ് 40 എന്ന് വേണം. ഇതിന് നമ്മൾ പ്ലസ് ആക്കിയും ഇത് മൈനസ് ആക്കിയും കൊടുത്തു. 40ൽ നിന്ന് 10, 40ഉം 10ഉം കൂടി കൂട്ടും, മൈനസ് 10ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടി. തമ്മിൽ ഗുണിക്കുമ്പോൾ 400 കിട്ടി. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എന്ത് വരും? ഒന്നുകിൽ എന്ത് വരാം? n-ന്റെ വാല്യൂ n മൈനസ് 10 n ഈക്വൽ ടു 10 വരാം, അല്ലെങ്കിൽ n ഈക്വൽ ടു മൈനസ് 40 വരാം. ഒരിക്കലും എണ്ണം എന്താവില്ല? മൈനസ് ആവില്ല. സോ എണ്ണം എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യയായ 10 ആണ്. അതായത് എബ്രഹാമും ജോർജും കൂടി ഇത് ചെയ്ത് 10ാമത്തെ ദിവസം എത്തുമ്പോൾ അവരുടെ എമൗണ്ട് അവരുടെ ബാഗുകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 400 ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1/243 power negative 1/5 minus 1/32 power negative 1/5 whole power negative 1 plus 1/3 power negative 1 minus 1/4 power negative 1 the whole power negative 1. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര പാടാണെന്നൊന്നും വിചാരിക്കരുത്. ബേസിക് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്, നമുക്കിതിനെ 1/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് a⁻⁻1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ആയ ഒരു കാര്യമാണ് ഈ 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 3/5 ആണെന്നുള്ള ബേസിക് ഐഡിയ കൂടി ഉണ്ടാവണം. അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ 32 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം അത് 2/5 ആണ്. 2ന്റെ പവറിലേക്ക് എഴുതാം. ഈ 243 നമുക്ക് ഇങ്ങനെ 3 കൊണ്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3/5 ആണ് 243 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ നെഗറ്റീവിനെ മാറ്റാം. താഴെയുള്ളതിനെ മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആകുമെങ്കിൽ ഇവിടെ എന്താണ്? താഴെയുള്ള ഈ ഒരു നെഗറ്റീവ് സംഭവം -1 എന്നുള്ളത് മുകളിലേക്ക് വന്നാൽ എന്താകും? അത് പോസിറ്റീവ് ആയിട്ട് മാറും. അങ്ങനെയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് അവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് 243 ദി ഹോൾ പവർ -1/5നെ നമുക്ക് 1/5 എന്ന് എഴുതാം. മൈനസ് എന്ത് വരും? 32. ഇത് നേരെ മുകളിലേക്ക് പോകുമ്പോൾ 32 ദി ഹോൾ പവർ 1/5 എന്നായിട്ട് മാറും. ഇനി ഇവിടെ എന്താണ്? ഇവിടെ ഒരു -1 ഉണ്ട്, അത് വിട്ട് കളയരുത്. പ്ലസ് ഇവിടെ എന്താണ്? 3/1 എന്നുള്ള 3/1 മൈനസ് 4/1 എന്നായിട്ട് മാറും. ഓക്കെ, ദി ഹോൾ പവർ -1 ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഈ 243 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് എന്താണ് ചെയ്യേണ്ടത്? 243 ഹോൾ പവർ 1/5 എന്ന് പറഞ്ഞാൽ ഇതിന് എന്തെഴുതാം? 3/5 ദി ഹോൾ പവർ 1/5 എന്ന് എഴുതാം. ഉണ്ടോ?
243ക്ക് പകരം നമുക്ക് 3 raised to 5 എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് പഠിക്കുന്നുണ്ട് a power m the whole power n എന്ന് പറഞ്ഞാൽ a power m into n ആണ്. ഇവിടെ 5 into 1/5 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കട്ടായി പോകും. ഇവിടെ ആൻസർ 3 വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 വരും. ഇവിടുത്തെ ആൻസർ എന്ത് വരും? 32 എന്ന് പറയുന്നത് 32 the whole power 1/5 എന്ന് പറയുന്നത് 2 power 5 the whole power 1/5 എന്ന് എഴുതാം. ഈ 5ഉം 5ഉം കൂടി കട്ടായി പോകും. 2 വരും ആൻസർ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? 3 minus 2 the whole power -1 plus ഇവിടെ എന്ത് വരും? 3 minus 4 എന്ന് പറഞ്ഞാൽ -1 the whole power -1 എന്ന് വരും. അതായത് 3 പവർ ഇവിടെ എന്ത് വരും? 1 പവർ -1 വരും. ഇവിടെ നമുക്ക് മൈനസ് പുറത്തേക്ക് എടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 1 പവർ -1 എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇനി എന്താണ്? 1 കുറച്ചാൽ, അല്ലെങ്കിൽ ഇതിനെ 1/1 എന്ന് എഴുതാം. ഇവിടെയും എന്തെഴുതാം? 1/1 എന്ന് എഴുതാം. ആൻസർ എന്താണ് വരേണ്ടത്? 0. എല്ലാം കട്ടായി പോകും. ആൻസർ വരേണ്ടത് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3/1/2 മൈനസ് 2/1/3 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 5/1/2 ഇൻറ്റു 5/11 മൈനസ് 1/2/3 മൂല്യം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ മിക്സർ ഫ്രാക്ഷനെയൊക്കെ നമുക്ക് വിഷമ ഭിന്നത്തിലോട്ട് മാറ്റണം. 3/1/2 3 into 2 എത്രയാണ്? 6. 6 plus 1 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ മാറ്റുന്നത്? 3/1/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? 3 into 2 plus 1/2 എന്നാക്കണം. 3 into 2 6. 6 plus 1 എന്ന് പറയുന്നത് 7/2 ആയിട്ട് മാറും. മൈനസ് 2 6. 6 plus 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 7/, ഇവിടെ 3 വരും. മൈനസ് 1/3 എന്ന് വരും. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ 5 into 2 10. 10 plus 1 എന്ന് പറയുന്നത് 11/2 into 5/11 എന്ന് വരും. മൈനസ് 1 into 3 3 plus 2 എന്ന് പറയുന്നത് 5/3 എന്ന് വരും. ഈ 11 ഇവിടെ കട്ടായി പോകും. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് ഇതിനെ രണ്ടും കൂടി ആദ്യം ചെയ്യാം. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 7 into 3 ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 7 into 3 21 മൈനസ് 14 ഡിവൈഡ് ബൈ 6. ഓക്കെ, മൈനസ് 1/3 എന്നുള്ളതിനെ ഇവിടെ ബേസ് 6 ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിച്ച് 6ലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 2/6 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് വരേണ്ടത്? 5/2 മൈനസ് 5/3 എന്ന് വരും. ഇനി 21 നിന്ന് 14 കുറക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 7. 7/6 മൈനസ് 2/6 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 5 into 3 15 മൈനസ് 10 ഡിവൈഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ 5/6 കിട്ടും. 7ൽ നിന്ന് 2 കുറച്ചാൽ 5. 5/6 വരും. 15ൽ നിന്ന് 10 കുറച്ചാൽ 5/6. മുകളിലും താഴെയും ഒരേ നമ്പർ വന്നാൽ എന്ത് വരും? ക്യാൻസൽ ആയി പോകും. ആൻസർ വരേണ്ടത് 1 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രണ്ട് സംഖ്യകളുടെ ആകെ തുക, വ്യത്യാസം, ഗുണനം എന്നിവ 5:1:30 എന്ന അനുപാതത്തിലാണെങ്കിൽ സംഖ്യകളുടെ ഗുണനം കണ്ടെത്തുക. എന്താ പറഞ്ഞിരിക്കുന്നത്? തുക അല്ലെ, തുകയുണ്ട്, വ്യത്യാസമുണ്ട്, ഗുണനമുണ്ട്. 5:1:30. ഓക്കെ, അപ്പൊ നമുക്ക് സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 5 plus 1 എന്ന് എഴുതരുത് നിങ്ങൾ. ഇവിടെ എന്ത് വേണം? 5x എന്ന് എഴുതണം. ഓക്കെ, ഇതാണ് തുക പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു ഫോം ആയിരിക്കും. തന്നിരിക്കുന്ന ഏതോ ഒരു നമ്പറിനെ നമ്മൾ കട്ട് ചെയ്ത് ഏറ്റവും ചെറിയ ഫോമിൽ എഴുതുന്നതായിരിക്കും. ആ ഒരു കട്ട് ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മളുടെ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ? a minus b വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, 1 into x എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? രണ്ട് ഇക്വേഷൻസ് ആണ്, സോൾവ് ചെയ്താൽ മതി. രണ്ടും കൂടി കൂട്ടാം. പ്ലസും മൈനസ് ബിയും കൂടി ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്ത് കിട്ടും? 2a എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 6x എന്ന് വരും. a എന്ന് പറഞ്ഞാൽ എത്ര വരും? 3x എന്ന് കിട്ടി. a 3x ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? a plus b എന്ന് പറഞ്ഞാൽ 5x ആണ് എങ്കിൽ b എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5x minus 3x, അതായത് 2x കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഗുണനഫലമല്ലേ പറഞ്ഞിരിക്കുന്നത്? a into b എന്ന് പറഞ്ഞാൽ എത്ര വരും? 30x ആണ്. അതായത് a എന്ന് പറഞ്ഞാൽ 3x ഉം b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ഉം ആണ്. അതെന്ന് പറയുന്നത് 30x ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്ത് വരും? 6x² എന്ന് പറഞ്ഞാൽ 30x ആണ്. ഒരു x ഉം കൂടി ക്യാൻസൽ ആയി പോകും. 6x എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 ഡിവൈഡ് ബൈ 6 5 ആയിരിക്കും.
അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഗുണനഫലം, ഈ 30x എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. 30x എന്ന് പറഞ്ഞാൽ എത്ര വരും? 30 × 5 150 ആണ് ഗുണനഫലം എന്ന് പറയുന്നത്. അതായത് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടുന്നത് 150 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ഗോളത്തിന്റെ വ്യാസം 30% വർദ്ധിപ്പിച്ചാൽ ഉപരിതല വിസ്തീർണത്തിന്റെ വർധനവ് എത്രയാണ്? ഇത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഗോളമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഇത് വ്യാസമാണ്. വ്യാസം 30% വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് 30% വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസും എന്ത് ചെയ്യുന്നുണ്ട്? 30% വർദ്ധിക്കുന്നുണ്ട്. ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും നമ്മൾ എപ്പോഴും പറയില്ലേ 100 ആക്കി എടുക്കണമെന്ന് പറയില്ലേ, സംഖ്യ ഹോൾ സംഖ്യയെ 100 ആക്കി എടുക്കണം. നമുക്കിവിടെ 100 വേണ്ട, നമുക്ക് 10 ആക്കി എടുക്കാം. ആദ്യത്തെ സംഖ്യയുടെ 10 ആണെങ്കിൽ രണ്ടാമത്തെ എത്രയാണ്? 30% വർദ്ധിക്കുമ്പോൾ അത് എത്രയായിട്ട് മാറും? അത് 13 ആയിട്ട് മാറും. ഓക്കെ, 10 എന്നുള്ളത് 13 ആയിട്ട് മാറും. അതായത് ഇതിന്റെ 30% എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 ഇവിടെ കൂട്ടി എഴുതണം. ഇത് 10 ആണെങ്കിൽ ഇവിടെ 13 ആയിട്ട് മാറും. അപ്പൊ ആദ്യത്തെ വിസ്തീർണം എന്ന് പറയുന്നത് 4π × 10² ആണ്. അതായത് 100 × 4π ആണ്. പുതിയ വിസ്തീർണം എത്രയായിരിക്കും? 4π × 13² ആയിരിക്കും. അതായത് 4π × 13² 169 ആണ്. ഓക്കെ, ഇനി ഇത് എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ 4π കോമൺ ആണ്. അതായത് 100 ആയിരുന്ന വിസ്തീർണം എത്രയായിട്ട് മാറി? 169 ആയിട്ട് മാറി. സോ ഇവിടെ എത്രയായിരിക്കും വർദ്ധിച്ചിരിക്കുന്നത്? 69%. 169 എഴുതി വെക്കരുത്, 100 ആയത് 169 ആയി. അപ്പൊ ഇവിടെ 69% എന്ത് ചെയ്യുന്നത്? വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന ശ്രേണിയിൽ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7, 25, 61, 121 -337. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ 7 എന്ന് പറയുന്നത് ഇവിടെ എല്ലാം കണ്ടോ, ഓരോ സംഖ്യകളുടെയും ഉണ്ട്. ഇവിടെ 7ന്റെ അടുത്ത് നമ്മുടെ ക്യൂബ് ആയിട്ടുള്ള 8 ഉണ്ട്. ഇവിടെ നമുക്ക് 25ന്റെ അടുത്ത് ക്യൂബ് ആയിട്ടുള്ള 27 ഉണ്ട്. ഇവിടെ നമുക്ക് 61ന്റെ അടുത്ത് ക്യൂബ് ആയിട്ടുള്ള 64 ഉണ്ട്. ഇവിടെ നമുക്ക് 125 ഉണ്ട് അല്ലെ, അതിന്റെ അടുത്തടുത്ത് വരുന്ന സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ആ ക്യൂബുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള ആദ്യ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ന്റെ ക്യൂബിനോട് 1 കുറച്ചതാണ്. ഇനി നമുക്ക് 25 നോക്കാം. 25 എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത്? 3ന്റെ ക്യൂബിനോട് എന്ത് കുറയ്ക്കുന്നതാണ്? 2 കുറയ്ക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 61 ആണ്. അതായത് 4ന്റെ ക്യൂബായ 64നോട് 3 കുറയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ് വേണ്ടത്? 121 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബിനോട് എത്ര കുറക്കണം? 1, 2, 3. സോ നെക്സ്റ്റ് 4 ആണ് മൈനസ് ചെയ്യേണ്ടത്. 125 - 4. സോ അടുത്തത് വരേണ്ടത് 6ന്റെ ക്യൂബിനോട് എന്ത് മൈനസ് ചെയ്യണം? 5 മൈനസ് ചെയ്യണം. 6ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. അതിൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 211 കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 211 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലോക്കിൽ 8 മണി 25 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അതായത് ഇക്വേഷൻ ഇതാണ്. 30h - 11/2 m ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു മോഡുലസ് ഉണ്ട്. കാര്യം ഇതിന്റെ ഉള്ളിൽ എന്ത് നെഗറ്റീവ് വന്നാലും ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നോക്കാം നമുക്ക്. 30 × 8 മണി എന്ന് പറയുമ്പോൾ 8 - 11/2 എത്ര മിനിറ്റ് ആണ്? 25 മിനിറ്റ് ആണ്. 30 × 8 എന്ന് പറയുന്നത് 240 ആണ്. മൈനസ് ഇവിടെ കട്ടായി പോകും, 12.5 വരും അല്ലെ. 11 × 12.5 എന്ന് പറയുമ്പോൾ 137.5 വരും. 240 നിന്ന് 137.5 മൈനസ് ചെയ്യുമ്പോൾ 102.5 കിട്ടും. സോ ആൻസർ ഏതാണ്? 102.5 ഡിഗ്രി ആണ് എന്ത് പറയുന്നത്? 8 മണി 25 മിനിറ്റ് വരുമ്പോഴേക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. എക്സും വൈയും ഒരു പൂർണ്ണസംഖ്യയാണ്. എക്സ് പ്ലസ് വൈ, പ്ലസ് അല്ലട്ടെ, ഈ ഒരു സിമ്പിൾ ആണ് വരുന്നത്. ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? x/2 മൈനസ് വൈ എന്നൊരു ആപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? y/3 മൈനസ് 2x എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ അവിടെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി എന്താ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് എന്താണ്? 3 + 1 ഇത് ആദ്യം ചെയ്യണം. അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യണം. അതായത് ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ എന്ത് വേണം? x/2. അപ്പോൾ എന്ത് വരും? 3/2 മൈനസ് വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 അല്ലെ, ഇങ്ങനെ വരും. അതായത് 1/2 എന്ന് കിട്ടി.
ഇനി എന്താ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്? നമ്മൾ ബോഡ് മാസ് റൂൾ പോലെ തന്നെ ആദ്യം ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ബ്രാക്കറ്റ് നമുക്ക് ചെയ്യാം. ഇവിടെ എന്ത് വരും? 4 മൈനസ് 4 എന്ന് വരും. ഇവിടെയും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? 4/2 മൈനസ് ഇവിടെ എന്താണ് വേണ്ടത്? -4 എന്ന് വരും. ഓക്കെ അല്ലെ? ബൈയുടെ പ്ലേസിൽ നമുക്ക് വേണ്ടത് -4 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് വരേണ്ടത്? 4 ഇവിടെ എന്താണ്? +8 ഡിവൈഡ് ബൈ 2 എന്ന് വരും. 8 4 12, 12 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് ഇത്രയും ടേമിന്റെ ആൻസർ കിട്ടി. എന്താണ് ഇത്? 1/2 ആണ്. ഇത്രയും ടേമിന്റെ ആൻസർ 6 ആണ്. അപ്പൊ നമുക്ക് ഇനി ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/2 ഈ സ്റ്റാർ ചിഹ്നം പിന്നെ എന്ത് വേണം? 6 എന്ന് വേണം. ഇനി നമുക്ക് എന്താണ്? ഈ സ്റ്റാർ ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എന്താണ്? y/3 - 2x എന്ന് പറയുന്ന പ്രോപ്പർട്ടി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇതാണ് x, ഇതാണ് y. y/3 എന്ന് പറയുമ്പോൾ 6/3 മൈനസ് 2 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. മൈനസ് 1 വരും. 2 - 1 എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഒരു കമ്പനിയിലെ ജീവനക്കാരുടെ ശരാശരി പ്രായം 35 വയസ്സാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശരാശരി പ്രായം 38, 33 ആണ്. കമ്പനിയിൽ ട്രാൻസ്ജെൻഡർ തൊഴിലാളികൾ ഇല്ല എങ്കിൽ പുരുഷ തൊഴിലാളികളുടെ ശതമാനം എത്ര? നമ്മുടെ ഒരു അലിഗേഷൻ മെത്തേഡിൽ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? മെയിൽസ് തന്നിട്ടുണ്ട്, ഫീമെയിൽ തന്നിട്ടുണ്ട്. അവരുടെ യഥാക്രമം എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ശരാശരി ഇവിടെ 38 ആണ്. ഇവിടെ എത്രയാണ്? 33 ആണ്. ഇവരുടെ ടോട്ടൽ ശരാശരിയാണ് ഈ തന്നിരിക്കുന്ന 35 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അലിഗേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ നേരെ മൈനസ് ചെയ്ത് ഇവിടെ എടുത്ത് എഴുതുക. 38 നിന്ന് 35 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ഇവിടെ നേരെ മൈനസ് ചെയ്ത് ഇവിടെ എഴുതുക. 35 - 33 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ, അതായത് മെയിൽസ് എന്ന് പറയുന്നത് 2, ഫീമെയിൽ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് ശതമാനം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 2 എന്താണ്? ടോട്ടൽ 2 + 3 5 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പുരുഷന്മാരുടെ ശതമാനം കണ്ടുപിടിക്കാൻ 2/5 ഇൻറ്റു 100 ചെയ്താൽ മതി പുരുഷന്മാരുടെ ശതമാനം കിട്ടാൻ. ഇവിടെ എത്ര വരും? കട്ടായി പോകും. ഇവിടെ 2 വരും. 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40% പുരുഷ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഒരു ജോലി 8 ദിവസം കൊണ്ടും 3 പുരുഷന്മാരും 2 ആൺകുട്ടികളും 6 ദിവസം കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 12 ആൺകുട്ടികൾക്ക് അത് പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഒരു ജോലി എത്ര ദിവസം കൊണ്ട്? 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. ഇതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് അല്ലെ? ഇനി അതെന്ന് പറയുന്നത് ജോലി എപ്പോഴും ഞാൻ പറയാറുണ്ട്, ജോലി നമുക്ക് എപ്പോഴും സെയിം ആണ്. ആ ജോലി 3 പുരുഷന്മാരും 2 ആൺകുട്ടികളും കൂടി ചെയ്താൽ എത്രയാകും? അവിടെ 6 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും. അപ്പോഴത്തെ ആകെ ജോലി ഇത് അവർ ഒരു ദിവസം ചെയ്യുന്നതാണ്. ഇത് 8 ദിവസം എന്ന് പറയുമ്പോൾ 8 ദിവസത്തെ ജോലിയാണ് തന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ ജോലി എന്താണ്? ഇപ്പം മതിൽ പണിയണം, വീട് പണിയണം, അതാണ് നമ്മൾ ടോട്ടൽ ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ആൺകുട്ടികളുടെ ആയിക്കോട്ടെ പുരുഷന്മാരുടെ ആയിക്കോട്ടെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അവരുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 16m പ്ലസ് 4 32b എന്ന് വരും. is equal to 6 ഇൻറ്റു 3 18m പ്ലസ് 6 ഇൻറ്റു 2 12b എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ നമുക്ക് 32b മൈനസ് 12b എന്ന് വരും. ഇവിടെ എത്രയാണ്? 18m മൈനസ് 16m എന്ന് വരും. 32b യിൽ നിന്ന് 12b കുറച്ചാൽ നമുക്ക് 20b എന്ന് കിട്ടും. which is equal to ഇവിടെ എത്രയാണ് വരേണ്ടത്? 2m എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ 20/2 എന്ന് എഴുതാം അല്ലെ? ഇവിടെ എന്തുണ്ട്? m ഉണ്ട്. ഇവിടെ താഴേക്ക് വരുമ്പോൾ b ആകും. അതായത് m/b എന്ന് പറയുന്നത് എത്ര വരും? ഇത് കട്ടായി പോകും അല്ലെ? എത്ര വരും? 10/1 എന്ന് കിട്ടി. അതായത് മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10ഉം ബോയ്സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 12 ആൺകുട്ടികൾക്ക് ആ ജോലി പൂർത്തിയാക്കണം. അപ്പൊ ആദ്യം അതിനു മുമ്പ് എന്ത് കണ്ടുപിടിക്കണം? ആകെ ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ആകെ ജോലി എന്ന് പറയുന്നത് ഏതാണ്? ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. 2m പ്ലസ് 4b ഇൻറ്റു 8ലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എത്ര വരും? 2 ഇൻറ്റു 10 പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 8 എന്ന് വരും.
അതായത് 24 × 8 അതായത് എത്ര വരും? 192 വരും. 192 ആണ് നമ്മുടെ ആകെ ജോലി. ഇനി എന്ത് ചെയ്യണം? 12 ബോയ്സിന് ചെയ്യാനായിട്ട് എത്ര വേണം? 192 ആണ് ജോലി. അതിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. ഒരാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എന്ത് ചെയ്യണം? ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 16 ആണ്. 192 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ ആൻസർ വരേണ്ടത് 16 ആണ്. അതായത് 12 ആൺകുട്ടികൾ മാത്രമാണ് ജോലി ചെയ്യാനുള്ളതെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാനായിട്ട് നമുക്ക് 16 ദിവസമാണ് എന്ത് ചെയ്യേണ്ടത്? ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2017 മാർച്ച് 13 തിങ്കളാഴ്ച, 2016 ഫെബ്രുവരി 21 ആഴ്ചയിലെ ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഓരോ വർഷം കൂടുന്നതനുസരിച്ച് എന്താണ്? ഒന്ന് നമ്മൾ കൂട്ടിയാണ് എടുക്കുന്നത്. ലീപ് ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ 2016 ജനുവരി മുതൽ 2017 ജനുവരി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീപ് ഇയർ വരുന്നുണ്ട് 2 കൂട്ടിയെടുക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2017 മാർച്ച് 13 എന്ന് പറയുന്നത് മൺഡേ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ 2016 മാർച്ച് 13 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ ഒരു ദിവസം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? മൺഡേ ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷം മാർച്ച് 13 എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സൺഡേ ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് 2016 എന്ന് പറയുന്നത് ലീപ് ഇയർ ആണല്ലോ, 2016 നമുക്ക് കറക്റ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ലീപ് ഇയർ ആണെന്ന് ചിന്തിക്കരുത്. കാര്യം ഈ ഒരു ഗ്യാപ്പിൽ ഈ പറയുന്ന ഫെബ്രുവരി എന്ന് പറയുന്ന മാസം ഇൻക്ലൂഡ് ആവുന്നില്ല, അതുകൊണ്ടാണ്. നമ്മൾ തിരിച്ചു പറയുവാണ്, 2016 മാർച്ച് 13 അല്ല സൺഡേ ആണെങ്കിൽ 2017 മാർച്ച് 13 എന്താന്ന് ചോദിച്ചാൽ നേരെ എന്ത് ചെയ്യണം? തൊട്ടടുത്ത വർഷമാണ്, അവിടെ ലീപ് ഇയർ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ 2 കൂട്ടി നമ്മൾ മൺഡേ എന്ന് പറയണം. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നു 2016 മാർച്ച് വേണ്ട, നമുക്ക് ഫെബ്രുവരി 1 ഇപ്പൊ ഞാൻ പറയുവാണ് തിങ്കളാണെന്ന് പറഞ്ഞാൽ 2017 ഫെബ്രുവരി 1 എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് തിങ്കളിനോട് എന്ത് കൂട്ടണം? 2 കൂട്ടണം. കാര്യം ഇവിടെ 2016 ഫെബ്രുവരി എന്ന് പറയുന്നത് അവിടെ ലീപ് ഇയർ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ 13 വരെ കിട്ടി. നമുക്ക് 13 നമുക്ക് എന്താണെന്ന് കിട്ടി? ഞായറാണെന്ന് കിട്ടി. നമുക്ക് പുറകോട്ട് 21 വരെയാണല്ലോ പോകേണ്ടത്. അപ്പൊ മാർച്ചിൽ ബാക്കിയുള്ള 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ നമുക്ക് ആഡ് ചെയ്യണം. 1 മുതൽ 13 വരെയുള്ള 13 ഡേയ്സ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഫെബ്രുവരി എന്ന് പറയുന്നത് ലീപ് ഇയർ ആണത്, അവിടെ ഒരു 29 ദിവസമുണ്ട് അല്ലെ? നമുക്ക് വേണ്ടത് 21 ആണ്. ആ 21 അങ്ങ് കുറച്ചാൽ 8 കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യണം? അതിനോടുകൂടി 8 ആഡ് ചെയ്യണം. 13 8 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 21 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? 21നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 3 21. ശിഷ്ടം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതേ ദിവസം തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫെബ്രുവരി 21. അതായത് ശിഷ്ടം 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ദിവസത്തിനോട് 0 കൂട്ടണം അല്ലെ? അതേ ദിവസം തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ ശിഷ്ടം 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? സൺഡേ പ്ലസ് എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ എത്ര വരും? മൺഡേ എന്ന് കിട്ടും. ഇവിടെ ശിഷ്ടം 0 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് സെയിം ഞായർ തന്നെയാണ്. ഇവിടെ ഈ ബാക്കോട്ട് പോകേണ്ട കണ്ടീഷൻ ആണ് നിങ്ങൾ അവിടെ തെറ്റിച്ച് കളയാൻ ചാൻസ് വളരെ കൂടുതലുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. P plus Q എന്നാൽ P എന്നത് Qന്റെ അമ്മയാണ്. അതായത് ഈ ഒരു റിലേഷൻ കണ്ടാൽ അവിടെ നമുക്ക് മനസ്സിലാക്കണം P എന്ന് പറഞ്ഞാൽ എന്താണ്? P യും Q യും തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാകും P ആരുടെ അമ്മയാണ്? Qന്റെ അമ്മയാണെന്ന് മനസ്സിലാകും. ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങനെയാണ് ഒരു റിലേഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താണ്? P എന്താണ്? Qന്റെ സഹോദരനാണെന്ന് മനസ്സിലാകും. ഇനി എന്താണ്? P ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം തന്നിരുന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം അത് സഹോദരിയാണെന്ന് മനസ്സിലാക്കാം. സഹോദരി, P Qന്റെ സഹോദരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ്? ഇങ്ങനെ ഒരു ചിഹ്നമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് മനസ്സിലാക്കാം? P എന്ന് പറയുന്നത് Qന്റെ ആരാണ്? ഭർത്താവാണെന്ന് മനസ്സിലാക്കാം. ഇത്രയുമാണ് നമുക്ക് അറിയാവുന്ന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു ചിഹ്നത്തിന്റെ മീനിങ് എന്താണ്? ഇത്രയും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അല്ലെ? X, ഈ ഒരു ചിഹ്നം Z എന്ന് പറഞ്ഞാൽ എന്താണ്? X എന്ന് പറയുന്നത് Z-ന്റെ ഭർത്താവാണ് എന്നുള്ള മീനിങ് ആണ് അല്ലെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ Z-ന്റെ ഭർത്താവാണ് X എന്ന് പറയുന്നത്. ഇനി എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ഒരു പ്ലസ് ചിഹ്നം വന്നിട്ടുണ്ട് അല്ലെ? ഈ പ്ലസ് ചിഹ്നത്തിന്റെ മീനിങ് എന്താണ് പറയുന്നത്? അമ്മയാണെന്നാണ്. ആര്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്
ഇസഡ് ഈ ഒരു പ്ലസ് ചിഹ്നമുണ്ട് വൈ, അതായത് എന്താണ് പറയേണ്ടത്? ഇസഡ് എന്ന് പറയുന്നത് ആരുടെ അമ്മയാണ്? വൈയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് വൈയുടെ പിതാവാണെന്നാണ് നമുക്ക് വേണ്ടത്. ശരിയായില്ലേ? വൈ എന്ന് പറയുന്നത് ആരാണ്? ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് വൈയുടെ അമ്മയാണ്. ഓക്കെ ആണല്ലോ? ഇവര് തമ്മിൽ അമ്മയും മോളുമാണ്. ഇനി ഇസഡിന്റെ ഭർത്താവാണ് ആര്? എക്സ്. അപ്പൊ ഇവര് തമ്മിൽ റിലേഷൻ എന്താണ്? അച്ഛനും മകളും ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ബാക്കി എല്ലാം ചെയ്ത് നോക്കണം, ഓരോന്നായിട്ട് ചെയ്ത് നോക്കേണ്ടി വരും ഇങ്ങനെ. ഓക്കെ, ഇതിപ്പോ എ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നെക്സ്റ്റ് നോക്കാം. ഒരാൺകുട്ടി തെക്കോട്ട് 4 കിലോമീറ്റർ നടക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നോർത്ത് സൗത്ത് ഒക്കെ അടയാളപ്പെടുത്തണം. ഇതാണ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ? ഇനി പറയുന്നത് എന്താണ്? ഒരാൺകുട്ടി തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. അയാൾ ഇങ്ങോട്ടേക്ക് 4 കിലോമീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞു. ഈ വലത് ഇടത് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. വലതെന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, എങ്ങോട്ടാണോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്ലോക്ക് കറങ്ങണമെങ്കിൽ അത് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ? അപ്പൊ വലതെന്ന് പറയുമ്പോൾ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. 5 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. പിന്നെ എന്താ പറയുന്നത്? വീണ്ടും ഇടത്തോട്ട്. ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്ക് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്കാണ് കറങ്ങേണ്ടത്, ബാക്കോട്ട്. അപ്പൊ ഇടത്തോട്ട് എത്രയാണ്? 2 കിലോമീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി എന്താണ്? അവൻ നിന്നിടത്ത് നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കിത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാലോ. ഓക്കെ, ഇത് 4 ആണെങ്കിൽ ഇത് 2 ആണെന്ന് നമുക്കറിയാം. ഇത് 3 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? ഇത് 5 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, പൈതഗോറസ് തിയറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇതിവിടെ എ, ഇത് ബി, ഇവിടെ സി ആണെന്ന് കിട്ടും. ഇത് 8 ആണ്, ഇവിടെ എത്രയാണ്? 6 ആണെന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന എ സി ആണ്. എ സി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? റൂട്ട് ഓഫ് എന്ത് വേണം അല്ലെ? കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് വരാം. ഓക്കെ, ബി സി എന്ന് പറയുന്നത് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് വരും. അതായത് 64 പ്ലസ് 36 എന്ന് വരും. റൂട്ട് 100 എന്ന് വരും. ആൻസർ വരേണ്ടത് 10 ആണ്. സോ ഓപ്ഷൻ എ 10 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന ചോദ്യചിഹ്നത്തിന് പകരം വെക്കുന്ന നമ്പർ. ഇത് എന്താണ്? ക്യാൻസൽഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരു ട്രെയിൻ 18 സെക്കൻഡിനുള്ളിൽ ഒരു പാലം കടന്നു പോകുന്നു. ഒരു മനുഷ്യൻ 10 സെക്കൻഡിനുള്ളിൽ പാലത്തിന് മുകളിൽ നിൽക്കുന്നു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ട്രെയിനിന്റെ വേഗത 90 km/h ആണ് എങ്കിൽ പാലത്തിന്റെ നീളം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ഇംഗ്ലീഷിൽ ഒന്ന് മര്യാദക്ക് ഉണ്ട് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ആ പാലം കടന്നു പോകാൻ 18 സെക്കൻഡ് എടുക്കുന്നു, മനുഷ്യനെ കടന്നു പോകാൻ 10 സെക്കൻഡ് എടുക്കുന്നു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന എന്താണ്? ട്രെയിനിന്റെ വേഗത തന്നിട്ടുണ്ട്. എത്രയാണ്? 90 km/h ആണ്. അവിടെ നമുക്ക് നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന സെക്കൻഡും മീറ്ററിലൊക്കെയാണ്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? 18 5 കൂടി കട്ടായി, 18 90 കൂടി കട്ടായി പോകും 5 തവണ. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. കാര്യം ഈ മനുഷ്യനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ ട്രെയിനിന്റെ നീളം അഥവാ ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? വേഗത ഇൻറ്റു സമയം ചെയ്താൽ മതി. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ ട്രെയിനിന്റെ നീളം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ദൂരം എന്ന് പറയുന്നത് വേഗത എത്രയാണ്? 25 ആണ്. സമയം 10 ആണ്. 250 ആണ് ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രെയിൻ എന്ന് പറയുന്നത് 250 മീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രെയിൻ ആണോ? അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാലത്തിന്റെയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുവാണ്, പാലം കടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, ഓക്കെ, പാലം കടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് എന്താണ് സംഭവം? ട്രെയിനിന്റെ നീളം അല്ലെങ്കിൽ ദൂരം ബൈ, ഇതാണല്ലോ ഇക്വേഷൻ, ദൂരം ബൈ വേഗത. ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് നമ്മൾ, അതായത് പാലം എന്ന് പറയുന്നതിന് നമുക്കൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പാലം, പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ അത് പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. അവിടെ നമുക്ക് ദൂരം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ എടുക്കണം? ട്രെയിനിന്റെ നീളവും എടുക്കണം, പ്ലസ് എന്ത് വേണം? ഈ പറയുന്ന പാലത്തിന്റെ നീളവും കൂടി വേണം. പാലത്തിന്റെ നീളം ഹോൾ ഡിവൈഡ് ബൈ വേഗത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. സമയം എത്രയാണ്? 18 ആണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 18 into 25 which is equal to ട്രെയിനിന്റെ നീളം എത്രയാണ്? 250 പ്ലസ് പാലമാണ്. 18 into 25 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് വരേണ്ടത്? 18 into 25 എന്ന് പറയുമ്പോൾ 450 വരും. 450 മൈനസ് 250 ആണ് പാലത്തിന്റെ നീളം എന്ന് പറയുന്നത്. അതായത് പാലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 മീറ്റർ ആണ് പാലത്തിന്റെ നീളം. സോ 200 മീറ്റർ വരും. ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. 250 വിദ്യാർത്ഥികളിൽ 110 വിദ്യാർത്ഥികൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. 152 വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു. 53 വിദ്യാർത്ഥികൾ ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നു. ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടാത്തത് ഇത് നമ്മൾ യൂണിയൻ ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇതാണ് സംഭവം. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ. ഓക്കെ, ഇതില് 110 വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മുടെ 110 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഇതിനെ മിക്സ് ആക്കി വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 53, രണ്ടും ഇഷ്ടപ്പെടുന്ന 53 പേരുണ്ട്. ഈ 53 കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ 110 പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഉള്ളില് ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവരെ ചോദിച്ചാൽ ഈ 110ൽ നിന്ന് 53 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എത്ര വരും? 57 എന്ന് കിട്ടും. ഇനി ഇവിടെ ചോദിക്കുവാണ് ഏതാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെ ചോദിച്ചാൽ ഈ പറയുന്ന 152 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. അതിൽ 53 പേർക്ക് എന്താണ്? ക്രിക്കറ്റും ഇഷ്ടമാണ് ഫുട്ബോളും ഇഷ്ടമാണ്. അപ്പൊ ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ചോദിച്ചാൽ ഇവിടെ എത്ര വരും? 99 വരും. ഓക്കെ, 99. ഇനി നമ്മളോട് ചോദിച്ചു രണ്ടും ഇഷ്ടപ്പെടാത്തവർ, അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. രണ്ടും ഇഷ്ടമല്ലാത്തവർ എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഉള്ള 250ൽ നിന്ന് എന്ത് നമുക്ക് മൈനസ് ചെയ്യണം? അല്ലെ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എന്ത് ചെയ്യണം? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെ രണ്ടും ഇഷ്ടപ്പെടുന്ന എത്ര പേരാണ്? 57 ഉണ്ട്, 53 ഉണ്ട്, 99 ഉണ്ട്. ഇവയെല്ലാം അതായത് 3 ഗെയിമും, അതായത് 3 അല്ല 2 ഗെയിമും ഇഷ്ടപ്പെടുന്നവരെ ടോട്ടൽ ക്രിക്കറ്റ് മാത്രം ഫുട്ബോൾ മാത്രം ഉള്ള ഇത്രയും ആൾക്കാരുടെ എണ്ണം അങ്ങ് കുറച്ചാൽ മതി ഒന്നും ഇഷ്ടമല്ലാത്തവരുടെ കിട്ടാൻ. സോ 250 മൈനസ് 209 എന്ന് കിട്ടും. അതായത് 41 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരുന്നു. 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സിൽ നിന്ന് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു, ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് വൺ from the options given below to complete a sentence. If I had seen anything strange. If clause ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിന് കുറേ റൂൾസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? if clause വരുമ്പോൾ നമുക്ക് എന്താണ് അല്ലെ, if clauseൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ് എങ്കിൽ മെയിൻ ക്ലോസ് വരുമ്പോൾ അവിടെ എന്ത് വേണം? will അല്ലെങ്കിൽ shall അല്ലെങ്കിൽ എന്ത് വേണം? can അല്ലെങ്കിൽ may പ്ലസ് V1 ഫോം ആണ് വേണ്ടത്. ഇനി ഇപ്പൊ സബ്ജക്ട് പ്ലസ് V1 ആണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സബ്ജക്റ്റ് പ്ലസ് ഇവിടെ എന്താണ്? V3 ഫോമിലാണല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നോക്കാം നമുക്ക്? സബ്ജക്റ്റ് പ്ലസ് V2 ഫോം, അതായത് V2, അതായത് സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് വരേണ്ടത്? അവിടെ വരേണ്ടത് വുഡ് അല്ലെ, വുഡ്, ഷുഡ്, അടുത്ത് എന്തായിരിക്കും? വുഡ്, ഷുഡ്, കുഡ്, അതേപോലെ മൈറ്റ് പ്ലസ് V1 ആയിരിക്കണം വരേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താണ്? മൂന്നാമത്തെ കേസ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് V3 എന്നൊരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് വേണം? വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് വരണം, അല്ലെങ്കിൽ എന്താണ്? മൈറ്റ് വരണം, പ്ലസ് എന്ത് വേണം? ഹാവ് V3 ആണ് വേണ്ടത്. ഹാവ് V3. അപ്പൊ എന്താ നോക്കിക്കേ, നമുക്ക് ഹാവ് V3 ഉള്ള ഹാവ് ഉള്ളത് മാത്രം മതി നമുക്ക്. ഇവിടെ രണ്ടിടത്തും മാത്രമേ ഹാവ് ഉള്ളൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിൽ ഹാവ് ആണ്. വില്ലാണോ വേണ്ടത്? വുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് അല്ലെ, കുഡ് ഹാവ്, ആ ഒരു ഫോർമാറ്റിലായിരിക്കണം നമുക്ക് വേണ്ടത്. അണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ഹാഡ് V3 ഫോർമാറ്റ് ആണ്. ഈ കേസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അടുത്ത ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. Use the correct preposition from the options to fill up in the blanks with. Are you going away? എന്താണ് പറയുന്നത്? at, in, during, on ആണ് തന്നിരിക്കുന്നത്. ഏതാണ്? at ഓണമാണ്. Are you going away at ഓണം? ഇനി ഇവിടെ തന്നെ ഓണം തന്നിട്ട് ഓണത്തിന്റെ ഒപ്പം ഒരു ഡേ കൂടി തന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഏതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്? അവിടെ ഓൺ ആണ്. ഓൺ, ഓണം ഡേ.
ഇവിടെ ഏതൊരു ഫെസ്റ്റിവൽ ഒക്കെ ആണെങ്കിലും അവിടെ എന്താണ് അറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ഡേ എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് ക്രിസ്മസ് ഡേ എന്നൊക്കെ ചോദിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് വരേണ്ടത്, ഓൺ എന്നൊരു പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നോക്കാം. Fill up the blank with the correct word from the below. He was very polite whenever his wife entered the room. He എന്താണ്, stood up ആണ് പറയേണ്ടത്. stood up അല്ലെ. രണ്ട് കാര്യങ്ങളും എന്താണ് പറയുന്നത്, പാസ്റ്റിൽ പറയുന്ന കാര്യങ്ങളല്ലേ. അതായത് വൈഫ് എപ്പോ എൻ്റർ ചെയ്യുമ്പോഴും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, ആ ഒരു stood up, അവൻ എണീറ്റ് നിൽക്കുന്നു, ആ ഒരു മീനിങ്ങിലാണ് പറയേണ്ടത്. He was polite അല്ലെ. ഇവിടെ എന്താണ്, stood up ആണ് പറയേണ്ടത്. B2 ഫോമിൽ വേണം നമുക്ക് പറയാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. Neither he nor I dash to suffer. Neither nor നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ഈ ഏതൊക്കെയാണ്, ഓറ്, നോറ്, നെയ്തർ ഓറ്, എയ്തർ ഓറ്, നെയ്തർ നോറ്, അതേപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് രണ്ട് സെന്റൻസുകളെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്, രണ്ടാമത്തെ സബ്ജക്റ്റ് എന്താണോ അതനുസരിച്ചായിരിക്കണം വെർബ് മാറേണ്ടത്. വെർബ് എഗ്രീസ് ടു സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. ഏതൊക്കെയാണ് വരേണ്ടത്, ഓറ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, അതേപോലെ നോറ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, എയ്തർ വെച്ച് കണക്ട് ചെയ്യണം, അതേപോലെ നെയ്തർ നോറ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, പിന്നെ ഏതാണ്, എയ്തർ ഓർ, എയ്തർ ഓർ, നെയ്തർ ഓർ അല്ലെ. പിന്നെ ഏതാണ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇങ്ങനെ വെച്ചൊക്കെ നമ്മൾ രണ്ട് സെന്റൻസുകളെ നമ്മൾ എന്താണ് കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ച് വേണം വെർബ് വരാനായിട്ട്. അപ്പൊ ഇവിടെ ഐ ആണ് അല്ലെ. ഐ വരുമ്പോൾ നമുക്കറിയാം ഐ ആം ആണ് പറയുന്നത്. ഐ ഈസ്, ഐ ആർന്നും നമ്മൾ പറയില്ല. അപ്പൊ എന്താണ് പറയേണ്ടത്, ഐ ആം ടു സഫർ. Choose the correct combination from the options given below to fill in the blanks. അല്ലെ, എന്താ നോക്കിക്കേ. I caught him dash over my wall. I asked him dash but he refused dash anything. So I had dash him go. എന്താ വരേണ്ടത്, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, കോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ എന്ത് വേണം, ing ഫോം വേണം. ഓക്കെ, കോട്ട് കഴിയുമ്പോൾ വെർബിന്റെ ing ഫോം ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്, ക്ലൈംബിംഗ് എന്നുള്ളത്. എല്ലായിടത്തും ക്ലൈംബിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആസ് ക്ലൈംബിംഗ് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആസ് ക്ലൈംബിംഗ് ഉള്ളത്, നമുക്ക് രണ്ടും എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി എന്താണ് വേണ്ടത് നോക്കാം നമുക്ക്. I asked him dash but he refused. asked him ന് ശേഷം ഇവിടെ to plus verb ആണ് വേണ്ടത്. refused ന് ശേഷവും എന്താണ്, to plus verb ആണ് വേണ്ടത്. asked കഴിഞ്ഞാൽ to plus verb form വേണം, refused കഴിഞ്ഞാലും to plus verb form വേണം. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇതല്ലല്ലേ. ഇവിടെ എന്താണ്, climbing. to explain എന്താണ്, I caught him climbing my wall. I asked him to explain but he refused to say anything, so I had to let him go. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ എന്തൊക്കെയാ ഓർത്തിരിക്കേണ്ടത്, കോട്ടിന് ശേഷം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ഇവിടെ എന്ത് വേണം, വെർബ് പ്ലസ് ing വേണം. ആസ്ക്ഡ് ഹിം അതിനുശേഷം ടു പ്ലസ് വെർബ് വേണം. റെഫ്യൂസ്ഡിന് ശേഷവും എന്താണ്, ടു പ്ലസ് വെർബ് ഫോം ആണ് വേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ആണ് വേണ്ടത്. വെൻ വിൽ ദേ അനൗൺസ് ദ എലക്ഷൻ. വെൻ എന്ന് പറയുന്ന അല്ലെ WH വേർഡ് അല്ലെ, WH ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധനം നമ്മൾ എന്തൊരു വസ്തുവാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് അത് ആദ്യം കൊടുക്കുക, ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കുക, പ്ലസ് നെക്സ്റ്റ് എന്താണ്, ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കുക, നെക്സ്റ്റ് വരേണ്ടത് ഒബ്ജക്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് എന്താണ് അതിന്റെ V3 ഫോർമാറ്റ് കൊടുക്കുക. ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ വെൻ തന്നെയാണ്. സോ വെൻ ഉള്ളത് എല്ലാം ഉണ്ട് അല്ലെ. അടുത്ത എന്താണ്, ഓക്സിലറി വെർബ്. വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട് ബി അനൗൺസ്ഡ്. കണ്ട, V3 ഫോർമാറ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതേപോലെ ഇവിടുത്തെ എന്താണ്, വെൻ വിൽ ദ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട്. ഓക്കെ, അപ്പൊ വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട് ബി അനൗൺസ്ഡ് എന്നായിട്ട് മാറും. നെക്സ്റ്റ് നോക്കാം. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. എന്താണ് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ. എത്ര ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്യാൻസൽ ആയി പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. I saw dash one-eyed man in the film.
അല്ലെ? നമ്മൾ എ ഇ ഐ ഒ യു പഠിക്കുന്നുണ്ട്. എ ഇ ഐ ഒ യു വവൽസിന് മുമ്പ് നമ്മൾ എന്താണ് ആൻ യൂസ് ചെയ്യണം. പക്ഷെ ഇത് വായിക്കുന്ന എങ്ങനെയാണ്? I saw one eyed man എന്നാണ്. ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ വവൽസ് വരുന്ന അല്ലെ? നമ്മുടെ സ്വരാക്ഷരങ്ങളായിരിക്കണം ഇവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തുടങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവിടെ ആൻ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഏതാണ് വരേണ്ടത്? എ ആണ്. I saw a one eyed man in the film എന്നാണ്. Identify the part of sentence that needs to be corrected. Correct ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കിക്കേ. ഏതാണ്? Before they were caught, they were used to live in the jungle എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? Before they were caught, they were used to live. ഇവിടെ ഏതാണ് വരേണ്ടത്? ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി യിലാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കിയാലോ? അപ്പൊ എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദേ വെയർ കോട്ട് ദേ വെയർ യൂസ്ഡ് ടു ലീവ്. ഇവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് വരുന്നത്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? കണ്ടോ, ഇവിടെ നമുക്ക് ഈ യൂസ്ഡ് ടു എന്നൊരു അതൊരു റൂളാണ് കേട്ടോ. യൂസ്ഡ് ടു വരുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അവിടെ നമ്മുടെ സബ്ജക്റ്റിന് ശേഷം സബ്ജക്റ്റിന് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഈസ്, ആം, അതേപോലെ ആറ്, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ വെയർ, ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് വേണം? വെർബിന്റെ ING ഫോം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ടു ലീവ് അല്ല വരേണ്ടത്. എന്താണ് വരേണ്ടത്? ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് യൂസ് ടു ലിവിങ് എന്നാണ് വരേണ്ടത്. ലിവിങ്. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് വേറെ റൂളും കൂടി ഉണ്ട്. യൂസ് ടു വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വെർബ് വരുന്നതെങ്കിൽ വെർബിന്റെ V1 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റിന് ശേഷം ഈ പറയുന്ന ഈസ്, ആം, ആർ, വാസ്, വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ വെർബിന്റെ ING ഫോം യൂസ് ചെയ്യണം. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെയാണ് വെർബ് വരുന്നതെങ്കിൽ അവിടെ വെർബിന്റെ ബേസ് ഫോം ആയ V1 ഫോം തന്നെ അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Come to my house. എന്താണ്? ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ കറക്റ്റ് ആ ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രേസൽ വെർബ് എല്ലാം വരുന്നുണ്ട്. Fill up the blank with the right option from below. Raju dashed his wife to tell her that he could be home late. അല്ലെ? എന്താണ്? വിളിച്ചു പറഞ്ഞു എന്നുള്ള മീനിങ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? കോൾഡ് അപ്പ് ആണ് വേണ്ടത്. Raju called up his wife to tell her that he could be home late. Okay, called up എന്ന് പറഞ്ഞാൽ to telephone something, ആരെങ്കിലും to telephone someone, ആരെങ്കിലും നമ്മൾ വിളിക്കുന്നതിനെയാണ്. Call off എന്ന് പറഞ്ഞാൽ എന്താണ്? Call off നമ്മൾ എപ്പോഴും പറയുന്നതാണ്. Call off എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് call off ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ആണ്, ക്യാൻസൽ. ഇനി കോൾ ഫോർ ആണെങ്കിലോ, കോൾ ഫോർ ഒന്നും പഠിച്ചു വെച്ചോ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡ് ആണ്, ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്റർ ആലിയ മീൻസ് എന്താണ്? ആ ഇന്റർ ആലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ വേർഡ് ആണ് അല്ലെ പറയുന്നത്. ചിലപ്പോൾ ഇത് വായിക്കുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇന്റർ ആലിയ എന്താണ് പറയുന്നത്? എമംഗ് അതർ തിങ്സ് എന്നാണ്. പഠിച്ചു വെക്കണേ, എമംഗ് അതർ തിങ്സ്. അങ്ങനെ നമ്മൾ കുറെ പഠിക്കുന്നുണ്ട്. ഇൻ ടോട്ടോ, ടോട്ടലി, എൻറ്റയർലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റയർലി. അങ്ങനത്തെ കുറെ ഫോറിൻ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇന്റർ ആലിയ മീൻസ് എന്താണ്? എമംഗ് അതർ തിങ്സ് ആണ്. നെക്സ്റ്റ് നോക്കാം. എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലോക്യൂ. ഒബ്ലോക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന അപവാദം പറയുക എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര അതിനെയാണ് സ്ട്രോങ്ലി കണ്ടംനേറ്ററി അറ്റേർനെസ്സിന് പറയുന്ന പേരാണ് ഒബ്ലോക്യൂ. എന്ന് പഠിച്ചു വെക്കണം, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അറ്റേർനെസ് എന്താണ്? ഒബ്ലോക്യൂ. അങ്ങനെ തന്നെ പഠിച്ചോ ഉറപ്പായിട്ടും ചിലപ്പോൾ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് വളരെ കൂടുതലുള്ളതാണ്. ഓക്കെ, fill up the blank with the right option from the given below. എന്തൊക്കെയാണ്? On the wall there was a large dash photograph of their children. എന്തായിരിക്കും? കളർ ഫോട്ടോഗ്രാഫ് ആണ്. ഓക്കെ, എന്താണ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്? അവിടെ എന്താണ്? നൗൺ ആണ് അല്ലെ? അവിടെ നമുക്ക് കളർ എന്ന് പറഞ്ഞാൽ മതി. ഓൺ ദ വാൾ there was a large color photograph of their children. ആ വാളിൽ അവരുടെ കുട്ടികളുടെ വലിയൊരു ഫോട്ടോഗ്രാഫ്, കളർ ഫോട്ടോഗ്രാഫ് ഉണ്ട് എന്നുള്ള മീനിങ് ഉള്ളൂ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. നമ്മൾ ഒത്തിരി തവണ ഇത് പഠിച്ചിട്ടുണ്ട്. എന്റർപ്രണർ എന്താണ് നമ്മൾ പഠിക്കുന്നത്? എൻഡ്, റെപ്പ്, റെന്ന്, എർ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? എൻഡ്, റെപ്പ്, റെന്ന്, എർ. അപ്പൊ ഏതാണ് എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കാം. Fill up the blank with the right option given below. My family dash decided to move in the city. എന്താണ് വേണ്ടത്?
ഈ ക്വസ്റ്റ്യനും എന്താണ് ക്യാൻസൽഡ് ആണ്. ഇപ്പൊ ഇതിൽ ഇംഗ്ലീഷിൽ തന്നെ എത്രയാണ് 3 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് ക്യാൻസൽഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ മാത്സിലും എത്രയോ 2 or 3 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സെലക്ട് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് GNP. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനെയാണ് GNP എന്ന് പറയുന്നത് അല്ലെ. GDP എന്താണ്? GDP പഠിച്ചു വെച്ചോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, GST എന്താ? GST എപ്പോഴും ചോദിക്കുന്നായിരുന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സാധന സേവന നികുതിയാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ATM എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണ്. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോസ് ഇൻ ദ മൗത്ത് മീൻസ് എന്താണ്? നമ്മൾ പറയില്ലേ ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ല് നോക്കരുതെന്ന് പറയത്തില്ല, എത്രയേ ഉള്ളൂ സംഭവം. എന്താണ്? Do not criticize or feel doubt about something good that has been offered to you. അല്ലെ, നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു സാധനത്തിന്റെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോസ് ഇൻ ദ മൗത്ത്. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലുണ്ടി നോക്കുന്നത്, അത്രയേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മീനിങ് ഡിസീറ്റ്ഫുൾ. ഡിസീറ്റ്ഫുളിന്റെ മീനിങ് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഏതാണ് വേണ്ടത്? ഹേറ്റഡ് ആണ്. ഹേറ്റഡ്, സോറി, ഡിസീറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്? കോപ്പിയസ് ആണ്. കോപ്പിയസ് അതിന്റെ മീനിങ് അല്ലാത്തതാണ്. നോട്ട് എ മീനിങ് ഓഫ് ഡിസീറ്റ്ഫുൾ ആണ്. അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? കോപ്പിയസ് ആണ്. കോപ്പിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര പ്ലെന്റി ആയിട്ടുള്ള, പ്ലെന്റിഫുൾ എന്നൊക്കെ പറയത്തില്ലേ, പ്ലെന്റിഫുൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോപ്പിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെലക്ട് ദ വൺ വേർഡ് Select the word opposite in meaning of inclination. Inclination opposite ആണ് എന്തെന്ന് പറയേണ്ടത്? hatred ആണ്. hatred. Inclination opposite വരേണ്ടത് hatred ആണ്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയത്തില്ലേ ചായ്വ്, അതാണ് സംഭവം കേട്ടോ. ഹേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു വെറുപ്പ്, നമുക്കൊരു അവനോടൊരു ചായ്വുണ്ട്, അവനോടൊരു വെറുപ്പുണ്ട്, ആ ഒരു മീനിങ്ങിലാണ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇൻക്ലിനേഷൻ ഓപ്പോസിറ്റ് ഹേറ്റഡ് ആണ്. നിങ്ങൾ തന്നിരിക്കുന്ന ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തന്നിരിക്കുന്ന ആന്റോണിംസ് സിനോണിംസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ അങ്ങനെ തന്നെ കയറി പിന്നെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 20 ഇംഗ്ലീഷ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ മലയാളത്തിലേക്ക് പോകാം. ശരിയായ പദം ഏത്? ഏതാണ് ശരിയായ പദം? അനുഗ്രഹീതമാണ്. ഗൃ ആണ് അല്ലെ, ഗൃഹീതം. ഓക്കെ, അനുഗ്രഹീതം പഠിച്ചു വെക്കണേ, കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ്. നമ്പ്യ, നങ്ങ്യാറാണ് അല്ലെ. അതേപോലെ യോഗി, യോഗി എന്താണ്? യോഗി, യോഗിനി, യോഗി യോഗിനിയാണ്. അതേപോലെ കവി, കവി, കവി എന്താണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്? കവ ഇത്രി, കവ യാവള്ളി താവള്ളി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. കവ കവയിത്രി. ഗുരു, ഗുരു എന്താണ്? ഗുരു സ്ത്രീലിംഗമാണ്. ഗുർവി, ഗുരു ഗുർവിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിരിച്ചെഴുതുക. അന്തസത്ത എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? അന്തസത്ത എന്ന് പിരിച്ചെഴുതുന്നത് ഇങ്ങനെയാണ്. അന്ത പ്ലസ് സത്ത എന്നാണ്. ഇവിടെ ഈ ഒരു 2 ചിഹ്നം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ തന്നെ വേണം. മനസുഖം എങ്ങനെ പിരിച്ചെഴുതാം? മനസുഖം എന്താണ്? മന പ്ലസ് സുഖമാണ് മനസുഖം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതും കൂടി ചേരുമ്പോഴാണ് ആ ഇസ എന്ന് പറയുന്ന ലെറ്ററിലോട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ വാക്യം ഏത്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വേണ്ടല്ലേ. എന്റെ സഹപ്രവർത്തനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്ന് മതി. എന്റെ ഒരു സഹപ്രവർത്തനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഓക്കെ, അതിന് വലിയ തെറ്റൊന്നുമില്ല. യാത്രാമധ്യേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ, അത് രണ്ടും ഒരേ മീനിങ് ആണ്, വേണ്ട. യാത്രാമധ്യേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി, അവിടെയും എന്താണ്? തെറ്റാണ് അല്ലെ. ഇവിടെ ഏതാണ് പറയേണ്ടത്? എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. അത്രയും മതി നമുക്ക് പറയാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. പുരോഗതി ഓപ്പോസിറ്റ് എന്താണ്? പാശ്ചാത്ഗതിയാണ്. പഠിച്ചു വെക്കണേ. പുരോഗതി ഓപ്പോസിറ്റ് പാശ്ചാത്ഗതി. അധോഗതിയിലേക്ക് പോകരുത്, എപ്പോഴും ചോദിക്കുന്നതാണ്. പുരോഗതി ഓപ്പോസിറ്റ് ആണ് പാശ്ചാത്ഗതി എന്ന് പറയുന്നത്. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? കാടും പടലും തല്ലുക അല്ലെ. ആവശ്യമില്ലാത്ത കാര്യം, അപ്രസക്തമായത് പ്രതിപാദിക്കുന്നതിനെയാണ് നമ്മൾ കാടും പടലും തല്ലുക എന്ന് പറയുന്നത്. ചേർത്തെഴുതുക. വിദ്യുത് പ്ലസ് ശക്തി എങ്ങനെയാണ് എഴുതേണ്ടത്? വിദ്യുത് ശക്തിയാണ്, ഇതാണ് കറക്റ്റ് കേട്ടോ. വിദ്യുത് ശക്തി, ഓപ്ഷൻ സി ആണ്. ഇതാണ് കേട്ടോ വിദ്യുത് ശക്തി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ബ്ലഡ് ഓഫ് ദ റവല്യൂഷണറീസ് coursed through the streets എന്താണ് വേണ്ടത്? വിപ്ലവകാരികളുടെ രക്തം തെരുവിനെ ചുമപ്പിച്ചു. വിപ്ലവകാരികളുടെ തെരുവ് രക്തത്തിൽ കുളിച്ചു. വിപ്ലവകാരികളുടെ രക്തം തെരുവിനെ
പാഠങ്ങൾ പഠിപ്പിച്ചു. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ഇവിടെ എന്താണ് വേണ്ടത്? The blood of the revolutionaries, വിപ്ലവകാരികളുടെ രക്തം goes to the street, സ്ട്രീറ്റിലൂടെ ഒഴുകി എന്നുള്ള മീനിങ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പുല്ല് എന്നർത്ഥം വരുന്ന പദം, പുല്ല് എന്താണ്? തൃണമാണ്. തൃണമാണ് പുല്ല് എന്ന് പറയുന്നത്. ഋണം എന്താണ്? ഋണം, ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്. കടം പഠിച്ചു വെക്കണേ. തൃണം, ഋണം. നമ്മൾ ഈ ഒരേപോലത്തെ സമാന പദങ്ങൾ നമ്മൾ പഠിക്കത്തില്ലേ, അർത്ഥവ്യത്യാസം പഠിക്കത്തില്ലേ? അപ്പൊ എന്താണ്? തൃണം പുല്ലാണെങ്കിൽ ഋണം എന്ന് പറയുന്നത് എന്താണ്? കടമാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് അജം. അജം എന്താണ്? അജം എന്ന് പറഞ്ഞാൽ അത് ആടാണ്. അങ്ങനെയാണെങ്കിൽ ഗജം എന്താണ്? ഗജം, ഗജം എന്ന് പറഞ്ഞാൽ അത് ആനയാണ്. ആന. ഗൃണം, ഗൃണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃണം എന്ന് പറഞ്ഞാൽ വെയിലാണ്. വെയിലിനെയാണ് നമ്മൾ ഗൃണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഘൃതം എന്താണ്? ഘൃതം എന്ന് പറഞ്ഞാൽ അത് നെയ്യാണ്. നെയ്യ്. ഓക്കെ, അപ്പൊ ഘൃതം നെയ്യാണ്, ഗൃണം വെയിലാണ്. തൃണം പുല്ലാണ്, ഋണം കടമാണ്. ചൂടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായ പദം അല്ലാത്തത് എന്താണ്? ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്, വിശ്വകേതു എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വകേതു ആണ് പര്യായമല്ലാത്തത്. അതായത് വിശ്വകേതു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തെ കീഴടക്കിയവൻ, അതായത് വിജയവും ശക്തിയും ഒക്കെ ഉള്ളവനെയാണ് നമ്മൾ വിശ്വകേതു എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, കാക്കയുടെ ചിരഞ്ജീവിയുണ്ട്, ഏകദൃഷ്ടിയുണ്ട്, ബലിബുക്കുണ്ട്. ഇതെല്ലാം എന്താണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സീരീസും ഒക്കെ ആയിട്ട് നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ 2021 മുതൽ 2025 വരെയുള്ള സകല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനത്തെ ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.